അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ടൈം ഷെയറിങ് OS ആണ്. ടൈം ഷെയറിങ് OS എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പം നമുക്കറിയാം. അതായത് ഒരു മൾട്ടി പ്രോഗ്രാമഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരുപാട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനുണ്ടാവും. അതായത് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റൺ ചെയ്യാനുണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് സിസ്റ്റമായിട്ടോ അല്ലെങ്കിൽ യൂസറായിട്ടോ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ടൈം ഷെയറിങ് കോൺസെപ്റ്റ്. അതായത് ഒരു ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസറിൻ്റെയും സിസ്റ്റത്തിൻ്റെ ഇടയിലൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടും കൂടിയാണ് ടൈം ഷെയറിങ് OS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിനെ കുറച്ചും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ടൈം ഷെയറിങ് സിസ്റ്റം അതായത് നമുക്കറിയാം ഫാസ്റ്റ് റെസ്പോൺസ് ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് റെസ്പോൺസ് ടൈം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്ത് ആ ടാസ്ക് നമ്മൾ യൂസറിനെ റിപ്പോർട്ട് ചെയ്യണം. അതായത് നമുക്ക് കിട്ടിയ ടാസ്കിൻ്റെ റിസൾട്ട് യൂസറിനെ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ യൂസറിന് കാണാൻ പറ്റുന്ന ആ ഒരു സമയം, അതാണ് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ടൈം ഷെയറിങ് സിസ്റ്റം എപ്പോഴും മൾട്ടി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ്. അതായത് മൾട്ടി പ്രോഗ്രാമിങ്ങിൽ എന്താ നടക്കുന്നത്, CPU മൾട്ടിപ്പിൾ ജോബ്സ് ഒരു സമയത്ത് തന്നെ പല ഇതിനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് ജോബ്സ് അറ്റ് എ സെയിം ടൈം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് യൂസേഴ്സിനെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ അതാണ് ടൈം ഷെയറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പാരലൽ സിസ്റ്റമാണ്. അപ്പോൾ പാരലൽ സിസ്റ്റം നമുക്കറിയാം, പാരലൽ സിസ്റ്റം ഒരു ടൈപ്പ് ഓഫ് OS ആണ്, അല്ലെങ്കിൽ പാരലൽ OS എന്ന് പറയാം. അപ്പോൾ പാരലൽ സിസ്റ്റത്തിന് നമുക്ക് മൾട്ടി പ്രോസസർ സിസ്റ്റം അല്ലെങ്കിൽ ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം എന്നൊക്കെ പറയാം. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സോ കമ്മ്യൂണിക്കേഷൻ നടത്താം. അതായത് ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കിനെ സബ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ പാർട്സിൻ്റെ അകത്തു നിന്നുള്ള ടാസ്കുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സിന് കൊടുക്കുക. എന്നിട്ട് ആ പ്രോസസ്സേഴ്സ് ഏറ്റവും കുറവ് ടൈമിൻ്റെ അകത്ത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ജോബ്സ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബ്സ് എല്ലാം ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് പാരലൽ സിസ്റ്റം എന്ന് പറയാം. പിന്നെ അടുത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് OS അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്കറിയാം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും റൺ ചെയ്യുന്നത് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അതൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ നെറ്റ്വർക്കിംഗ് ആയാലും കമ്മ്യൂണിക്കേറ്റിംഗ് ആയാലും, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ OS തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് കമ്പ്യൂട്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് അല്ല, ഒന്നിനെയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. അപ്പോൾ ഇതിൽ ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഒരു ലൂസ്ലി കപ്പിൾഡ് സിസ്റ്റമാണ്. അതായത് ഓരോ പ്രോസസ്സേഴ്സിനും അതിൻ്റേതായ ലോക്കൽ മെമ്മറി ഉണ്ടാവും. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് OS അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റിയൽ ടൈം സിസ്റ്റമാണ്. അതായത് റിയൽ ടൈം OS എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടാവും. അത് എക്സ്റ്റേണൽ ആയിരിക്കാം, കൂടുതൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് എക്സ്റ്റേണൽ ആയിട്ടായിരിക്കാം നടക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനോ എല്ലാം ഒരുപാട് എക്സ്റ്റേണൽ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഷോർട്ട് ടൈമിൻ്റെ അകത്ത്
പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ഒരു സെർട്ടൈൻ ഡെഡ് ലൈൻ ഉണ്ടാവും. അതായത് റിയൽ ടൈം വോയിസിൻ്റെ അകത്ത് ഒരു സെർട്ടൈൻ ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഡെഡ് ലൈൻ്റെ അകത്ത് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഏറ്റവും കുറവ് സമയത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനത്തെ ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ റിയൽ ടൈം വോയിസ് എന്ന് പറയാം. അപ്പോൾ ഈ റിയൽ ടൈം വോയിസിൻ്റെ അകത്ത് വേഴ്സ്റ്റ് കേസ് റെസ്പോൺസ് ടൈം, അതായത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ടൈം യൂസ് ചെയ്യുക. അതായത് വേഴ്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ എന്താ, വേഴ്സ്റ്റ് കേസ് റെസ്പോൺസ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ റെസ്പോൺസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ആ കിട്ടുന്ന റെസ്പോൺസിനനുസരിച്ചിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ടൈം എടുക്കുന്നതിനെയാണ് വേഴ്സ്റ്റ് കേസ് റെസ്പോൺസ് ടൈം എന്ന് പറയാം. അതേപോലെ ആവറേജ് കേസ് റെസ്പോൺസ് ടൈം ഉണ്ട്. അപ്പോൾ ഈ വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ടൈം എടുക്കുന്നതിനാണ് വേഴ്സ്റ്റ് കേസ് റെസ്പോൺസ് ടൈം എന്ന് പറയാം. അപ്പോൾ ഈ വേഴ്സ്റ്റ് കേസ് റെസ്പോൺസ് ടൈമിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് ആണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ അതിൽ വരുന്നത് ഫസ്റ്റ് മൾട്ടി ടാസ്കിങ് വിത്തിങ് ആൻ ആപ്ലിക്കേഷൻ. അതായത് മൾട്ടി ടാസ്കിങ് നമുക്കറിയാം, ഒരേ സമയത്ത് തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരുപാട് ടാസ്ക് ചെയ്യണ്ടാവും. അപ്പോൾ അതിനെയാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയാം. അപ്പോൾ മൾട്ടി ടാസ്കിങ് നടക്കുമ്പോൾ വേഴ്സ്റ്റ് കേസിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കണം. അതായത് വേഴ്സ്റ്റ് കേസ് റെസ്പോൺസ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു, ഏറ്റവും കൂടുതൽ സമയം റെസ്പോൺസ് ടൈം കിട്ടാൻ വേണ്ടി എടുക്കുന്നതിനെയാണ് വേഴ്സ്റ്റ് കേസ് റെസ്പോൺസ് ടൈം എന്ന് പറയാം. മൾട്ടി ടാസ്കിങ് നടക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് പ്രയോറിറ്റി ഡ്രിവൺ ഓർ ഡെഡ് ലൈൻ ഓറിയൻറ്റഡ് ഷെഡ്യൂളിങ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം, ഒരു റിയൽ ടൈം വോയിസിൻ്റെ അകത്ത് ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ ഡെഡ് ലൈൻ്റെ അകത്ത് നിന്ന് നമ്മൾ നേരത്തെ, അതായത് പ്രയോറിറ്റി ഉണ്ടാവും, ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ടാസ്ക് ആദ്യം ചെയ്യുക, പിന്നെ അതിലും കുറവുള്ളത് പിന്നെ ചെയ്യുക, പിന്നെ അതിലും കുറച്ചുകൂടി കുറവുള്ളത് പിന്നെ ചെയ്യുക. അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ ടാസ്ക് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ അടുത്തത് പ്രോഗ്രാമർ ഡിഫൈൻഡ് ഇൻട്രപ്റ്റ്സ് ആണ്. അതായത് ഇൻട്രപ്റ്റ്സ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ. അതായത് പ്രോഗ്രാമർ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് എന്തെങ്കിലും ഇറേഴ്സ് ആവാം, ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ഇറേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ റെസ്പോൺസ് ടൈമിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് നോക്കാനുള്ളത് പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ് ഒരു പ്രോസസ്സ്? അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്തൊക്കെ ഓരോ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ഇൻസ്റ്റൻസ് ആണ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ്. അതായത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ത്രെഡ്സോ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ അകത്ത് കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് 5 മേജർ സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണ് ന്യൂ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്. അതായത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേജാണ് ന്യൂ. പിന്നെ അടുത്തത് റണ്ണിങ് എന്ന് വെച്ചാൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് ആ സ്റ്റേജിനെയാണ് റണ്ണിങ് എന്ന് പറയാം. പിന്നെ അടുത്തത് വെയിറ്റിംഗ് എന്ന് വെച്ചാൽ അടുത്ത ഇവൻറ്റിന് വേണ്ടിയിട്ട് പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നതിനെയാണ് വെയിറ്റിംഗ് എന്ന് പറയാം. പിന്നെ അടുത്തത് റെഡി എന്ന് വെച്ചാൽ പ്രോസസ്സ് വെയിറ്റ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സറിന് അത് അസൈൻ ചെയ്ത് കൊടുക്കും. അടുത്ത പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റെഡി. പിന്നെ അടുത്തത് ടെർമിനേറ്റ് ആണ്. അതായത് പ്രോസസ്സ് ഫിനിഷ് ചെയ്യും, അതായത് അതിൻ്റെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുന്ന സ്റ്റേജാണ് ടെർമിനേറ്റ് സ്റ്റേജ്. പിന്നെ അടുത്തത് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് അല്ലെങ്കിൽ PCB. അതായത് അത് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് കമ്പ്യൂട്ടറിലെ OSൻ്റെ അകത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായത് പ്രോസസ്സായിട്ടാണ് ഓരോ ഇൻഫർമേഷൻസും ഉണ്ടാവുക ആ ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത്.
അപ്പോൾ അതിന് നമ്മൾ പ്രോസസ്സ് ഡിസ്ക്രിപ്റ്റർ എന്ന് കൂടെ പറയും. അപ്പോൾ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് കൂടെ ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഒരു പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിൻ്റെ ഒരു